ചിലപ്പോഴൊക്കെ സമൂഹവും പാരമ്പര്യങ്ങളും കുടുംബത്തിന്റെ പ്രതീക്ഷകളും കുട്ടികൾക്കും വളർന്നുവരുന്ന തലമുറയ്ക്കും മേൽ അത്രമേൽ കഠിനമായി തീരാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം സ്വപ്നങ്ങൾ ജീവിച്ചു തീർക്കാൻ അവർക്ക് വളരെ വലിയ വിലയും നൽകേണ്ടി വരും. ഇന്നത്തെ സിനിമ അത്തരമൊരു ശക്തവും വൈകാരികവുമായ കഥയാണ്. തന്റെ വിദ്യാർത്ഥികൾക്ക് പുസ്തകത്തിലെ അറിവ് മാത്രമല്ല, മറിച്ച് അവരെ ചിന്തിക്കാനും അനുഭവിക്കാനും യഥാർത്ഥത്തിൽ ജീവിക്കാനും പഠിപ്പിച്ച ഒരു അധ്യാപകന്റെ കഥ. അതോടൊപ്പം ജീവിതം എന്നത് നിയമങ്ങൾ അനുസരിക്കാൻ മാത്രമല്ല, അതിനെ പൂർണ്ണ ഹൃദയത്തോടെ അനുഭവിക്കാൻ കൂടിയുള്ളതാണ് എന്നാദ്യമായി തിരിച്ചറിയുന്ന കുറച്ച് വിദ്യാർത്ഥികളുടെ കഥ. ശക്തമായ കഥാതന്തുവും വൈകാരികമായ ആഴവും കൊണ്ട് ഈ ചലച്ചിത്രം അക്കാദമി അവാർഡുകളിൽ 4 നാമനിർദ്ദേശങ്ങൾ നേടിയെടുത്തു. മികച്ച ഒറിജിനൽ സ്ക്രീൻ പ്ലേക്കുള്ള ഓസ്കാർ സ്വന്തമാക്കുകയും ചെയ്തു. അധികം വൈകാതെ കാണുന്നവരുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള വൈകാരികമായ ഓസ്കാർ വിന്നിംഗ് സിനിമയായ ഡെഡ് പോയറ്റ് സൊസൈറ്റി എന്ന ചലച്ചിത്രത്തിന്റെ കഥയിലേക്ക് നമുക്ക് കടക്കാം. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ സിനിമാ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ഹൈപ്പ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ന്യൂ ഇംഗ്ലണ്ടിലെ ഇടതൂർന്ന കാടുകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ആൺകുട്ടികൾക്കായുള്ള വളരെ പ്രശസ്തമായ ഒരു ബോർഡിംഗ് സ്കൂളിലാണ്. വെൽട്ടൺ അക്കാഡമി എന്നാണ് ആ സ്കൂളിന്റെ പേര്. വർഷം 1959. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ സ്കൂൾ വളരെ അച്ചടക്കമുള്ളതും ആദരിക്കപ്പെടുന്നതുമായ ഒരു സ്ഥാപനമായി തോന്നാം. എന്നാൽ ഉള്ളിൽ ഇതിന്റെ മുഴുവൻ ഘടനയും അതീവ കർശനമായ നിയമങ്ങളിലും പാരമ്പര്യങ്ങളിലും ഊന്നിയായിരുന്നു നിർമ്മിക്കപ്പെട്ടിരുന്നത്. ഇവിടെ ഓരോ വർഷവും വിദ്യാർത്ഥികളെ 4 വാക്കുകൾ പഠിപ്പിക്കുന്നു. ട്രഡീഷൻ അഥവാ പാരമ്പര്യം, ഹോണർ അഥവാ ബഹുമതി, ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം, എക്സലൻസ് അഥവാ മികവ്. ഭാവിയിൽ വിദ്യാർത്ഥികളെ ഡോക്ടറോ വക്കീലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിജയകരമായ പ്രൊഫഷണലോ ആക്കി മാറ്റുക എന്നതാണ് സ്കൂളിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഈ വഴിയിൽ സർഗാത്മകമായ കലകൾക്കോ സ്വന്തം സ്വപ്നങ്ങൾ ജീവിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിനോ ഒട്ടും തന്നെ സ്ഥാനമില്ല. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ സുരക്ഷിതവും വിജയകരവുമായ ഒരു ഭാവിക്കായിട്ടാണ് അവിടേക്ക് അയക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യമെന്തെന്നാൽ ഇവിടുത്തെ വ്യവസ്ഥിതി സാവധാനം വിദ്യാർത്ഥികളെ ഒരു യന്ത്രത്തെ പോലെ വാർത്തെടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെയിരിക്കെ ആ സ്കൂളിലെ പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഗെയിൽ പുതിയവരും പഴയവരുമായ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗത പ്രസംഗം പറഞ്ഞു. സ്കൂളിന്റെ നീണ്ട ചരിത്രത്തെക്കുറിച്ചും അവിടെ പഠിച്ചിറങ്ങിയ എത്രയോ വിദ്യാർത്ഥികൾ ഇന്ന് ജീവിതത്തിൽ വലിയ വിജയം കൈവരിച്ചിട്ടുണ്ടെന്നതിനെ പറ്റിയും അദ്ദേഹം വലിയ അഭിമാനത്തോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ സ്കൂളിലെ പഴയ ആളും ആദരണീയനുമായ ഒരു അധ്യാപകൻ വിരമിച്ചതായും അദ്ദേഹത്തിന് പകരം ജോൺ കീറ്റിംഗ് എന്ന പേരുള്ള ഒരു പുതിയ ഇംഗ്ലീഷ് അധ്യാപകൻ വരാൻ പോകുന്നതായും അദ്ദേഹം വിദ്യാർത്ഥികളെ അറിയിച്ചു. അതിനുശേഷം കഥയാ സ്കൂളിലെ ചില വിദ്യാർത്ഥികളിലേക്ക് തിരിയുകയാണ്. അല്പം നാണക്കാരനും ആത്മവിശ്വാസക്കുറവുമുള്ളവനായ ടോഡ് ആൻഡേഴ്സൺ അവന്റെ ജ്യേഷ്ഠനും അതേ സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ മേലും പ്രതീക്ഷകളുടെ വലിയ സമ്മർദ്ദമുണ്ട്. അടുത്തയാൾ നീൽ പെറി. അവൻ വളരെ മിടുക്കനാണ്. എന്നാൽ അവന്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അവന്റെ കർക്കശക്കാരനായ പിതാവായിരുന്നു. ആ ഗ്രൂപ്പിൽ കാമറൂൺ, നോക്സ് ഓവർസ്ട്രീറ്റ്, ചാർലി ഡാൾട്ടൺ, മീക്സ് എന്നിവരുമുണ്ട്. അവരെല്ലാവരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാവധാനം അവർ പരസ്പരം സുഹൃത്തുക്കളായി മാറി. തുടർന്ന് നീൽ തന്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പിതാവ് മിസ്റ്റർ പെറി അങ്ങോട്ട് വന്നു. ഈ വർഷത്തെ സ്കൂൾ വാർഷിക മാഗസിനുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രവർത്തനങ്ങളിലും നീൽ പങ്കെടുക്കരുത് എന്ന് അദ്ദേഹം കർശനമായ ഭാഷയിൽ വ്യക്തമാക്കി. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നീലിന്റെ മുഴുവൻ ശ്രദ്ധയും പഠനത്തിൽ മാത്രമായിരിക്കണം. എന്നാൽ പ്രശ്നമെന്തെന്നാൽ നീല വാർഷിക മാഗസിന്റെ എഡിറ്ററാണ്. അവന് ആ ജോലി വളരെ ഇഷ്ടവുമാണ്. അവൻ തന്റെ ഉള്ളിൽ എവിടെയോ സർഗാത്മകമായ ജോലികൾ ചെയ്യാനുള്ള സ്വപ്നവും സൂക്ഷിക്കുന്നുണ്ട്. എങ്കിലും തന്റെ പിതാവിന്റെ കഠിനമായ സ്വഭാവത്തിന് മുന്നിൽ നീലിനൊന്നും പറയാൻ കഴിയുന്നില്ല. ഒടുവിൽ അവൻ പിതാവിന്റെ വാക്കനുസരിച്ചു. ഈ സ്കൂളിൽ നിയമങ്ങൾ മാത്രമല്ല, മാതാപിതാക്കളുടെ പ്രതീക്ഷകളുടെ സമ്മർദ്ദവും ഈ കുട്ടികളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് അവിടെ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം സ്കൂളിൽ കുട്ടികളുടെ പതിവ് പഠനം ആരംഭിച്ചു. വർഷങ്ങളായി ഈ സ്കൂളിൽ തുടർന്നു പോരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത്തവണയും പഠനം നടക്കുന്നത്. അധ്യാപകർ പുസ്തകം തുറക്കുന്നു. വിദ്യാർത്ഥികളെ കൊണ്ട് ഓരോ വരിയും മനഃപ്പാഠമാക്കിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിയമങ്ങളിലും ഫോർമുലകളിലും മാത്രം ഒതുക്കി പഠിപ്പിക്കുന്നു. അവിടെ പഠനത്തിന്റെ ലക്ഷ്യം ചിന്തിക്കുക എന്നതല്ല, മറിച്ച് മനഃപ്പാഠമാക്കുക, ഓർത്തുവെക്കുക എന്നത് മാത്രമാണ്. സർഗാത്മകതയ്ക്കോ സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനോ അവിടെ പ്രത്യേക സ്ഥാനമൊന്നുമില്ല. അച്ചടക്കത്തോടെ ഇരുന്ന് പഠിക്കുക, അതിനപ്പുറം ഒന്നും തന്നെയില്ല. എന്നാൽ അപ്പോൾ ആ ഗൗരവമേറിയ ക്ലാസ്സിനിടയിൽ പെട്ടെന്ന് അസാധാരണമായൊന്ന് സംഭവിച്ചു. ക്ലാസ് മുറിയുടെ വാതിലിലൂടെ
ആരോ ഒളിഞ്ഞു നോക്കി. അത് പുതിയ ഇംഗ്ലീഷ് അധ്യാപകനായ ജോൺ കീറ്റിംഗ് ആയിരുന്നു. ഉള്ളിൽ വിദ്യാർത്ഥികൾ എല്ലാവരും ശാന്തരായിരിക്കുന്നത് അദ്ദേഹം കണ്ടു. പെട്ടെന്ന് അദ്ദേഹം ചൂളം വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരികയും ഒന്നും മിണ്ടാതെ വാതിലിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്തു. വിദ്യാർത്ഥികളെല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയി. ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്നവർക്ക് മനസ്സിലാകുന്നേയില്ല. പിന്നീട് പുറത്തുനിന്ന് അവർക്കൊരു ശബ്ദം കേട്ടു, ജെന്റിൽമാൻ ഫോളോ മീ. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി ക്ലാസ്സിന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ കീറ്റിംഗ് അവരോടൊരു ചോദ്യം ചോദിച്ചു. ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ, ഈ വരികൾ എവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അപ്പോൾ ഒരു വിദ്യാർത്ഥി മറുപടി നൽകി, ഇത് കവി വാൾട്ട് വിറ്റ്മാൻ എബ്രഹാം ലിങ്കണ് വേണ്ടി എഴുതിയ ഒരു കവിതയാണ്. കീറ്റിംഗ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ക്ലാസ്സിൽ മിസ്റ്റർ കീറ്റിംഗ് എന്ന് വിളിക്കാം. എന്നാൽ നിങ്ങൾക്ക് അല്പം ധൈര്യമുണ്ടെങ്കിൽ, അല്പം നെഞ്ചൂറ്റമുണ്ടെങ്കിൽ എന്നെ ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ എന്നും വിളിക്കാം. ഇതിനുശേഷം അദ്ദേഹം പണ്ട് താനും ഇതേ വെൽട്ടൺ അക്കാദമിയിലെ വിദ്യാർത്ഥിയായിരുന്നു എന്ന് വെളിപ്പെടുത്തി. അതെ, ഞാനും ഇവിടെയാ പഠിച്ചത്, എങ്ങനെയൊക്കെയോ ഞാൻ രക്ഷപ്പെട്ടു പോന്നേ എന്ന് തമാശ രൂപേണ അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകേട്ട് വിദ്യാർത്ഥികൾ ചെറുതായി പുഞ്ചിരിച്ചു. കാരണം ഇത്രയും കർശനമായ അന്തരീക്ഷത്തിൽ ഇത്തരമൊരു കാര്യം സംസാരിക്കുന്ന ഒരു അധ്യാപകനെ കുറിച്ച് അവർക്കപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. പിന്നീട് കീറ്റിംഗ് ഒരു പുസ്തകം തുറന്നു. കവിതയിലെ വരികൾ ഓരോന്നായി വായിക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. കവിതയെന്നത് വെറും വാക്കുകളല്ല, മറിച്ച് വികാരങ്ങളാണ്, ചിന്തകളാണ് എന്ന് അദ്ദേഹം അവിടെ വെച്ച് അവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ അദ്ദേഹം മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു. കാർപെ ഡിയം, ഇതിന്റെ അർത്ഥം ആര് പറയും? അപ്പോൾ ഒരു വിദ്യാർത്ഥി മറുപടി നൽകി, സീസ് ദ ഡേ, ഇന്നത്തെ ദിവസത്തെ പിടിച്ചെടുക്കുക. കീറ്റിംഗ് മറുപടി പറഞ്ഞു, നീ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. എന്നാൽ പിന്നീട് അദ്ദേഹം അതിന്റെ യഥാർത്ഥ്യർത്ഥം വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, കാർപെ ഡിയം എന്നാൽ ഇന്നത്തെ ദിവസത്തെ ജീവിച്ച് തീർക്കുക എന്നാണ്. കാരണം ഒരു ദിവസം വരും, അന്ന് നമ്മുടെയൊക്കെ ശ്വാസം നിലയ്ക്കും. ഒരു ദിവസം നമ്മൾ വൃദ്ധരായേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ വൃദ്ധരാകുന്നതിന് മുമ്പ് തന്നെ മരിച്ചേക്കാം. എന്നാൽ മരണമെന്നത് സുനിശ്ചിതം തന്നെ. അതുകൊണ്ട് ജീവിതം ഉള്ളിടത്തോളം കാലം അതിനെ സാധാരണമായ ഒന്നല്ല, മറിച്ച് അസാധാരണമായ ഒന്നാക്കി മാറ്റുക. ഇന്നത്തെ ദിവസം, ഈ നിമിഷം ആസ്വദിച്ച് ജീവിക്കുക. അതിനുശേഷം കീറ്റിംഗ് വിദ്യാർത്ഥികളെ സ്കൂളിന്റെ വരാന്തകളിൽ തൂക്കിയിട്ടിരിക്കുന്ന പഴയ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു. അന്നാ കുട്ടികൾ പഠിക്കുന്നത് പോലെ പണ്ട് അതേ സ്കൂളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ്. കീറ്റിംഗ് പറഞ്ഞു, നിങ്ങൾ ഇവരുടെ മുഖങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കേ. പണ്ട് ഇവരും യുവാക്കളായിരുന്നു, ഇവർക്കും സ്വപ്നങ്ങളുണ്ടായിരുന്നു, തങ്ങളുടെ പക്കൽ ഒരുപാട് സമയമുണ്ടെന്ന് ഇവരും കരുതിയിരുന്നു. എന്നാൽ ഇന്നിവരെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. കീറ്റിംഗിന്റെ ഈ വ്യത്യസ്തമായ ചിന്താഗതിയും പഠിപ്പിക്കലിന്റെ അത്യപൂർവമായ ശൈലിയും കണ്ട് വിദ്യാർത്ഥികൾ അത്ഭുതപ്പെടുന്നു. അതോടൊപ്പം അവർ അദ്ദേഹത്തിൽ വളരെയധികം ആകൃഷ്ടരാവുകയും ചെയ്തു. പഠനമെന്നത് വെറും പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും ജീവിതത്തെ മനസ്സിലാക്കാനുള്ള പുതിയൊരു വഴി കൂടിയാകണമെന്നും അവർക്കന്ന് ആദ്യമായി തോന്നി. തുടർന്ന് കഥയിൽ നമ്മൾ കാണുന്നത് നോക്സ് ഓവർ സ്ട്രീറ്റ് തന്റെ പിതാവിന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തായ മിസ്റ്റർ ഡാൻബറിയുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. അവിടെ വെച്ചവൻ ക്രിസ് എന്ന പേരുള്ള അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. നോക്സ് അവളെ കണ്ട മാത്രയിൽ തന്നെ പ്രണയത്തിലായി. എന്നാൽ ദുരന്തം എന്തെന്നാൽ അവനിപ്പോൾ കണ്ടുമുട്ടിയ പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം മിസ്റ്റർ ഡാൻബറിയുടെ മകനായ ചെഡ് ഡാൻബറിയുമായി നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. നോക്സ് തിരികെ സ്കൂളിലെത്തുമ്പോ താനിന്ന് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടുവെന്നും കണ്ട മാത്രയിൽ അവളോട് പ്രണയം തോന്നിയെന്നും അവളെ താൻ ശരിക്കും പ്രണയിക്കുന്നുവെന്നും അവൻ സുഹൃത്തുക്കളോട് പറഞ്ഞു. കൂട്ടത്തിൽ അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണെന്നും അവൻ പറഞ്ഞു വെച്ചു. അതാകട്ടെ അവനൊരു ജർക്ക്, അതായത് മണ്ടനും അഹങ്കാരിയുമായ മനുഷ്യനെന്ന് വിശേഷിപ്പിക്കുന്ന ഒരുവനുമായി. അടുത്ത ദിവസം ക്ലാസ്സിൽ മിസ്റ്റർ കീറ്റിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുസ്തകത്തിൽ നൽകിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് പോയിട്രിയുടെ ആമുഖം വായിക്കാൻ നീലിനോട് ആവശ്യപ്പെട്ടു. നീലത് വായിക്കുമ്പോൾ കവിത മനസ്സിലാക്കുന്നതിനായി മീറ്റർ, റിതം, റെയിം തുടങ്ങിയ വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ വിശകലനം ചെയ്യണമെന്നും അതെങ്ങനെയായിരിക്കണമെന്നും അതിൽ വിവരിച്ചിരുന്നു. കവിതയുടെ സ്വാധീനം ഏതു രീതിയിൽ അളക്കാമെന്നും അതിന്റെ വിസ്തീർണം എങ്ങനെ കണക്കാക്കണമെന്ന് പോലും അതിൽ എഴുതിയിരുന്നു. ഇത് കേട്ടതും പെട്ടെന്ന് കീറ്റിംഗ് പറഞ്ഞു, വേസ്റ്റ്. തുടർന്ന് അദ്ദേഹം വിദ്യാർത്ഥികളോട് ആ പേജ് മുഴുവനായി കീറിക്കളയാൻ ആവശ്യപ്പെട്ടു. കാരണം കവിത ഇങ്ങനെ അളന്നു തൂക്കി മനസ്സിലാക്കാൻ ആർക്കും തന്നെ കഴിയില്ല. അങ്ങനെയല്ലാതെ പഠിക്കേണ്ടതും. വിദ്യാർത്ഥികൾ ചെറുതായൊന്നും മടിച്ചെങ്കിലും പിന്നീട് ഓരോരുത്തരായി ആ പേജുകൾ കീറിയെറിയാൻ തുടങ്ങി. കീറ്റിംഗ് ആ സമയം ഡസ്റ്റ്ബിൻ എടുക്കാനായി പുറത്തേക്ക് പോയി. ഈ സമയം തന്നെ മറ്റൊരു അധ്യാപകനായ മിസ്റ്റർ മക്കലിസ്റ്റർ ക്ലാസ്സിലേക്ക് വരികയും ബഹളം കേട്ട് കുട്ടികളെ വഴക്ക് പറയാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ തന്നെ കീറ്റിംഗ് ഡസ്റ്റ്ബിന്നുമായി മടങ്ങിയെത്തിയിരുന്നു. ഇത്
ഇത് കണ്ട് മക്കലിസ്റ്റർ അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഓ, നിങ്ങൾ ഇവിടെയുണ്ടായിരുന്നോ? ക്ലാസ് ഒഴിഞ്ഞുകിടക്കുകയാണെന്നും അതുകൊണ്ട് കുട്ടികൾ ബഹളം വെക്കുന്നു എന്നുമായിരുന്നു അവർ കരുതിയത്. ആ അധ്യാപകൻ ക്ഷമ ചോദിച്ച് അവിടെ നിന്ന് പോയി. അതിനുശേഷം കീറ്റിംഗ് വിദ്യാർത്ഥികൾക്ക് വളരെ മനോഹരമായ ഒരു കാര്യം മനസ്സിലാക്കി കൊടുത്തു. നമ്മൾ കവിത വായിക്കുന്നത് അതിങ്ങനെ കാണാൻ ഭംഗിയുള്ളതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. മനുഷ്യന്റെ ലോകം വികാരങ്ങളും അഭിനിവേശങ്ങളും നിറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നു, ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ അല്ലെങ്കിൽ ബിസിനസ് പോലുള്ള തൊഴിലുകൾ ആവശ്യം തന്നെ, കാരണം അവ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യമാണ്. എന്നാൽ കവിത, ഭംഗി, പ്രണയം, സ്നേഹം എന്നിവയാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഒടുവിൽ അദ്ദേഹം വളരെ ആഴമേറിയൊരു ചോദ്യം അവർക്ക് മുന്നിൽ അവശേഷിപ്പിച്ചു. വാട്ട് വിൽ യുവർ വേഴ്സ് ബി? അതായത് ഈ വിശാലമായ ജീവിതമാകുന്ന കവിതയിൽ നിങ്ങളുടെ വകയായി നിങ്ങൾ എന്താണ് കൂട്ടിച്ചേർക്കാൻ പോകുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ അസാധാരണമാക്കും? ചോദ്യം ആ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. അടുത്ത ദിവസം ഉച്ചഭക്ഷണ സമയത്ത് മിസ്റ്റർ കീറ്റിംഗ് സ്റ്റാഫ് റൂമിൽ വെച്ച് മിസ്റ്റർ മക്കലിസ്റ്ററോട് ക്ഷമ ചോദിച്ചു. ഇന്നലെ ക്ലാസ്സിൽ കുട്ടികൾ അല്പം കൂടുതൽ ബഹളം വെച്ചിരുന്നുവെന്നും അതുകൊണ്ട് പെട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയിട്ടുണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു. അതിന് മക്കലിസ്റ്റർ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, നിങ്ങളുടെ പഠിപ്പിക്കൽ രീതി ശരിക്കും വ്യത്യസ്തമാണ്, എന്നാൽ ഇതിൽ അപകടവുമുണ്ട്. നിങ്ങൾ ഈ ആൺകുട്ടികളെ കലാകാരന്മാരാവാൻ പ്രേരിപ്പിക്കുകയാണ്. ഒരു ദിവസം വരും, അന്ന് തങ്ങൾ ഷേക്സ്പിയറോ മൊസാട്ടോ ഒന്നും അല്ലെന്നവർക്ക് ബോധ്യപ്പെടും. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ദിവസം അവർ ഒരുപക്ഷെ നിങ്ങളെ വെറുക്കാൻ തുടങ്ങും. അതിന് കീറ്റിംഗ് ശാന്തമായ സ്വരത്തിൽ മറുപടി നൽകി, താൻ അവരെ കലാകാരന്മാരല്ല, മറിച്ച് ഫ്രീ തിങ്കേഴ്സ്, അതായത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന മനുഷ്യരാകാനാണ് പ്രേരിപ്പിക്കുന്നതെന്ന്. മക്കലിസ്റ്റർ ചെറുതായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, 17 വയസ്സുള്ള കുട്ടികൾ എങ്ങനെയാ സ്വതന്ത്ര ചിന്തകരാകുന്നത്? ഇതിനിടയിൽ കഥയിൽ മുന്നോട്ടു പോകുമ്പോൾ ലൈബ്രറിയിൽ വെച്ച് നീലിന് പഴയ സീനിയേഴ്സിന്റെ ഒരു വാർഷിക മാഗസിൻ ലഭിച്ചു. അത് വായിക്കുമ്പോൾ അവന് ഡെഡ് പോയറ്റ് സൊസൈറ്റി എന്ന് പേരുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അത്ഭുതകരമായ കാര്യമെന്തെന്നാൽ ആ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ മറ്റാരുമായിരുന്നില്ല, മിസ്റ്റർ കീറ്റിംഗ് തന്നെയായിരുന്നു. നീൽ ആകാംക്ഷയോടെ കീറ്റിംഗിന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, യഥാർത്ഥത്തിൽ എന്താണ് ഈ ഡെഡ് പോയറ്റ് സൊസൈറ്റി? അപ്പോൾ കീറ്റിംഗ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കാര്യം ആരോടും പറയരുത്. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിൽ ഒന്നായിരുന്നു. ഞങ്ങളൊരു രഹസ്യ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. അതിന്റെ പേരായിരുന്നു ഡെഡ് പോയറ്റ് സൊസൈറ്റി. ഞങ്ങൾ രാത്രികാലങ്ങളിൽ കാടിന് നടുവിലുള്ള ഒരു പഴയ ഗുഹയിൽ പോകും. അവിടെ ഇരുന്ന് കവിതകൾ വായിക്കുകയും ചെയ്യും. വാക്കുകളുടെ മാന്ത്രികത ഞങ്ങൾ അവിടെ നിന്നും അനുഭവിച്ചറിഞ്ഞു. വ്യത്യസ്ത വാക്കുകളിലൂടെ ഹൃദയത്തെ സ്പർശിക്കുന്ന കവിതയുടെ ആ മാന്ത്രികത കൂടുതൽ മനസ്സിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. കാരണം ഞങ്ങൾ എല്ലാവരും വലിയ റൊമാൻറ്റിക് പേഴ്സൺസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നീലിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. അവന്റെ ഉള്ളിൽ പെട്ടെന്നൊരു ആവേശം ജനിച്ചു. അവൻ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നമ്മളും ഇന്ന് രാത്രി അവിടെ പോകണം. ഡെഡ് പോയറ്റ് സൊസൈറ്റി വീണ്ടും ആരംഭിക്കണം. പിന്നീട് അവർ മാപ്പിൽ നോക്കി ആ ഗുഹയുടെ സ്ഥലം കണ്ടെത്തി. എന്നാൽ ഇതിനിടയിൽ ടോഡ് ആൻഡേഴ്സൺ അവിടെ പോകാൻ വല്ലാതെ ഭയപ്പെട്ടു. കാരണം അവൻ വളരെ നാണക്കാരനും സ്വന്തം ലോകത്ത് ഒതുങ്ങിക്കൂടുന്നവനുമായിരുന്നു. എന്നാൽ നീൽ എങ്ങനെയൊക്കെയോ അവനെയും കൂടി സമ്മതിപ്പിച്ചു. അങ്ങനെ അന്ന് രാത്രി ഈ കുട്ടികൾ എല്ലാവരും രഹസ്യമായി സ്കൂളിൽ നിന്നിറങ്ങി കാട്ടുവഴിയിലൂടെ ആ പഴയ ഗുഹയിലെത്തി. അവിടെ വെച്ച് ഡെഡ് പോയറ്റ് സൊസൈറ്റി വീണ്ടും പുനർജനിച്ചു. ഗുഹയ്ക്കുള്ളിലിരുന്ന് അവർ വ്യത്യസ്ത കവികളുടെ കവിതകൾ വായിക്കാൻ തുടങ്ങി. തങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ പരസ്പരം പങ്കുവെച്ചു. ആദ്യമായി തങ്ങളുടെ ചിന്തകളെ തുറന്ന് പ്രകടിപ്പിക്കാൻ അവർ പഠിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ക്ലാസ്സിൽ മിസ്റ്റർ കീറ്റിംഗ് പഠിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം വ്യത്യസ്ത എഴുത്തുകാരെക്കുറിച്ചും കവികളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ബെഞ്ചിന് മുകളിലേക്ക് കയറി നിന്നു. ഇത് കണ്ട് വിദ്യാർത്ഥികളെല്ലാവരും അത്ഭുതപ്പെട്ടു. സാറെന്താ ഈ കാണിക്കുന്നത്? അവർ അതിശയത്തോട് ചോദിച്ചു. അപ്പോൾ കീറ്റിംഗ് അവരോട് തിരിച്ചു ചോദിച്ചു, പറയൂ, ഞാൻ എന്തിനാ ഇവിടെ ഈ ബെഞ്ചിന് മുകളിൽ കയറി നിൽക്കുന്നത്? ഒരു വിദ്യാർത്ഥി തമാശയായി പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉയരം കൂടുതൽ തോന്നിക്കാൻ വേണ്ടിയായിരിക്കാം. കീറ്റിംഗ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓരോ മനുഷ്യനും ലോകത്തെ നോക്കിക്കാണാൻ അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ എപ്പോഴും ലോകത്തെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിലൂടെ നോക്കാൻ ശ്രമിക്കണം. അതിനുശേഷം അദ്ദേഹം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ബെഞ്ചിന് മുകളിൽ കയറി നിൽക്കാൻ പ്രേരിപ്പിച്ചു. ആ ക്ലാസ് മുറിയെ തന്നെ പുതിയൊരു കാഴ്ചപ്പാടിൽ അവർ നോക്കിക്കാണണം എന്ന തരത്തിൽ പറഞ്ഞു. കീറ്റിംഗ് അവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തെ തിരിച്ചറിയൂ. നിങ്ങൾ സ്വയം എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കൂ. നിങ്ങൾ ലോകത്തെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണൂ. അപ്പോൾ മാത്രമേ കാര്യങ്ങൾ വ്യത്യസ്തമാകൂ
വ്യത്യസ്തമായും കൂടുതൽ ആഴത്തിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ഒടുവിൽ അദ്ദേഹം വിദ്യാർത്ഥികളോട് സ്വന്തമായി ഒരു കവിത എഴുതിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഒരു ഹോംവർക്ക് നൽകി. പിന്നീട് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അവരവരുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റികളിൽ തിരക്കിലായി. ചിലർ ഫുട്ബോൾ കളിക്കുന്നു, ചിലർ ഓടുന്നു. എല്ലാവരും സ്കൂളിന്റെ സ്പോർട്സ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ടോഡ് ആൻഡേഴ്സൺ ഒരു മൂലയിൽ ശാന്തനായിരിക്കുകയായിരുന്നു. മിസ്റ്റർ കീറ്റിംഗ് ഹോംവർക്കായി നൽകിയ കവിത എഴുതുകയാണ് അവൻ. എങ്കിലും അത് മറ്റാരെയെങ്കിലും കാണിക്കാനുള്ള ഒരു ധൈര്യം അവനുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നീൽ പെറി അങ്ങോട്ട് വന്നത്. അവൻ വലിയ ആവേശത്തോടെ ടോഡിനോട് പറഞ്ഞു, തനിക്ക് ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒടുവിൽ ഇപ്പോൾ മനസ്സിലായിരിക്കുന്നുവെന്ന്. സ്കൂളിൽ ഷേക്സ്പിയറുടെ എ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന നാടകത്തിനായുള്ള ഓപ്പൺ ട്രയൽ നടക്കാൻ പോവുകയാണെന്നും താനതിൽ പങ്കെടുക്കാൻ പോവുകയാണെന്നും അവൻ പറഞ്ഞു. ആദ്യമായി തന്റെ യഥാർത്ഥ അഭിനിവേശം അഭിനയമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണെന്നും തനിക്ക് ക്രിയേറ്റീവായ ലോകത്തേക്ക് പോകണമെന്നും നീൽ പറയുന്നുണ്ടായിരുന്നു. അവൻ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു, കാർപ്പേ ഡിയം, ഇതാണ് എന്റെ കാർപ്പേ ഡിയം, ഇത് തന്നെയാണ്. എന്റെ പിതാവ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്യും. പിതാവിനോട് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് ടോഡ് അവനെ ഉപദേശിച്ചു. എന്നാൽ തന്റെ പിതാവ് ഒരിക്കലും അതിന് അനുവാദം നൽകില്ലെന്ന് നീലിന് നന്നായിട്ടറിയാമായിരുന്നു. പിന്നീട് ക്ലാസ്സിൽ മിസ്റ്റർ കീറ്റിംഗ് പഠിപ്പിക്കുന്നതിനായി അത്യപൂർവമായ ഒരു രീതി അവലംബിച്ചു. അദ്ദേഹം വിദ്യാർത്ഥികളെ ഫുട്ബോളുമായി മൈതാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓരോ തവണയും ഒരു വിദ്യാർത്ഥി പന്ത് തട്ടുമ്പോൾ ഉറക്കെ ഒരു കവിതാവരി വായിക്കണം. ഈ രീതിയിലൂടെ കുട്ടികൾ പഠനത്തെ സർഗാത്മകവും ഊർജ്ജസ്വലവുമായ രീതിയിൽ പഠിച്ചെടുക്കാൻ തുടങ്ങി. ഇതിനിടയിൽ നീലിനെ തേടി ആ സന്തോഷ വാർത്ത എത്തി. എ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന നാടകത്തിൽ പക്ക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവൻ അവസരം ലഭിച്ചിരിക്കുന്നു. നാടകത്തിലെ വളരെ പ്രധാനപ്പെട്ടതും ഓർമ്മിക്കപ്പെടുന്നതുമായ ഒരു കഥാപാത്രമാണത്. അത് കേട്ടതും നീൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം ആദ്യമായി താൻ തന്റെ സ്വപ്നത്തോട് അടുത്തെത്തിയിരിക്കുന്നു എന്ന് അവന് തോന്നി. അടുത്ത ദിവസം ക്ലാസ്സിൽ എല്ലാ വിദ്യാർത്ഥികളും തങ്ങൾ എഴുതിയ കവിതകൾ ചൊല്ലിക്കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. ചിലർ ചെറിയ കവിതകൾ എഴുതി, ചിലർ നീളമുള്ളവ. ചിലരുടെ കവിതകൾ വളരെ മികച്ചു നിന്നു, ചിലരുടേത് ശരാശരി മാത്രം. അപ്പോൾ മിസ്റ്റർ കീറ്റിംഗ് ടോഡിനെ നേരെ നോക്കി, നിന്റെ കവിത പാടൂ എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ടോഡ് പരിഭ്രമത്തോടെ താൻ കവിതയൊന്നും എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ കീറ്റിംഗിന് അവനെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഭയത്തെ നിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കരുത്. നിന്റെ മനസ്സിൽ എന്താണുള്ളത് അതിനെ വാക്കുകളിലൂടെ പുറത്തു കൊണ്ടുവരൂ. അത് നല്ലതായാലും ചീത്തയായാലും ശരി. തുടർന്ന് കീറ്റിംഗ് മറ്റൊരു രീതി പ്രയോഗിച്ചു. അദ്ദേഹം ടോഡിന്റെ കണ്ണുകൾ തന്റെ കൈകൾ കൊണ്ട് മൂടി അവനെ ഉത്തേജിപ്പിച്ചു. അവന്റെ ശബ്ദം പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം അവനെ ദേഷ്യം പിടിപ്പിച്ചു. അതോടെ ടോഡ് പെട്ടെന്ന് ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. അവന്റെ നാവിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്ന വാക്കുകൾ യഥാർത്ഥത്തിൽ അവൻ രഹസ്യമായി എഴുതിക്കൊണ്ടിരുന്ന ആ കവിത തന്നെയായിരുന്നു. അതത്രമേൽ മികച്ചു നിന്നിരുന്നു. ടോഡിന്റെ ഉള്ളിലും ആഴമേറിയ ഒരു സംവേദനക്ഷമതയുണ്ടെന്നും ഒരു മികച്ച കവിയാകാനുള്ള കഴിവുണ്ടെന്നും അപ്പോഴാണ് എല്ലാവരും തിരിച്ചറിയുന്നതും. അവൻ അതുവരെ ഭയത്തിനും തന്റെ മടിനീറുന്ന ശീലത്തിനും പിന്നിൽ സ്വയം ഒളിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കീറ്റിംഗിന്റെ ഈ ചെറിയ പ്രവർത്തനത്തിന് ശേഷം ടോഡിന്റെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. അവൻ സാവധാനം സ്വയം തുറന്ന് പ്രകടിപ്പിക്കാൻ പഠിച്ചു. അങ്ങനെയിരിക്കെ ഒരിക്കൽ കൂടി ഡെഡ് പോയറ്റ് സൊസൈറ്റിയിലെ അംഗങ്ങൾ രാത്രിയുടെ ഇരുട്ടിൽ ആ പഴയ ഗുഹയിൽ ഒത്തുകൂടി. അവിടുത്തെ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമായിരുന്നു. ചിലർ കവിത വായിച്ചു, ചിലർ പാട്ടുപാടി, ചിലർ തങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവച്ചു. അപ്പോഴാണ് അല്പം വിഷമത്തോടെ നോക്സ് ഓവർ സ്ട്രീറ്റ് അങ്ങോട്ടേക്ക് വന്നത്. അവൻ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, തനിക്കിനി എന്തു തന്നെ സംഭവിച്ചാലും ക്രിസ്ത്യനോട് സംസാരിച്ചേ പറ്റൂ എന്ന്. കാരണം അവളില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നവന് തോന്നിത്തുടങ്ങിയിരുന്നു. നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് സുഹൃത്തുക്കൾ ചോദിച്ചു. താൻ ക്രിസ്ത്യനെ ഫോൺ ചെയ്യാൻ പോവുകയാണെന്ന് പരിഭ്രമത്തോടെ നോക്സ് പറഞ്ഞു. പിന്നീട് അവൻ കോൾ ചെയ്യാൻ പോയി. അവൻ പരിഭ്രാന്തനാണെന്ന് വ്യക്തമായിരുന്നു. ആദ്യ തവണ ഭയം കാരണം അവൻ കോൾ കട്ട് ചെയ്തു. എന്നാൽ രണ്ടാം തവണ ധൈര്യം സംഭരിച്ച് അവൻ ക്രിസ്ത്യനോട് സംസാരിച്ചു. സംഭാഷണത്തിനിടയിൽ ക്രിസ്തു തന്റെ വീട്ടിൽ ഒരു പാർട്ടി നടക്കാൻ പോകുന്നതായി പറയുകയും നോക്സിനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇത് കേട്ട് നോക്സ് വളരെ സന്തോഷവാനായി. അവൻ സുഹൃത്തുക്കളോട് പറഞ്ഞു, നോക്കടാ, അവൾ എന്റെ ഗേൾഫ്രണ്ട് അല്ലെങ്കിലും കുറഞ്ഞത് എന്നെ കുറിച്ച് ചിന്തിക്കുന്നെങ്കിലും ഉണ്ടല്ലോ. തുടർന്നവൻ ആവേശത്തോടെ വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞു, കാർപ്പേ ഡിയം, കാർപ്പേ ഡിയം. അടുത്ത ദിവസം മിസ്റ്റർ കീറ്റിംഗ് വിദ്യാർത്ഥികളെ ക്ലാസ് മുറിക്ക് പുറത്ത് മൈതാനത്തേക്ക് കൊണ്ടുപോയി. അവർക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഓരോ മനുഷ്യനും അവരുടേതായ നടത്തശൈലിയുണ്ടെന്നും സ്വന്തമായൊരു വ്യക്തിത്വമുണ്ടെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. അതുകൊണ്ട് വിദ്യാർത്ഥികളോട് അവരവരുടെ രീതിയിൽ നടക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അവരുടെ വ്യക്തിത്വവും ചിന്താഗതിയും തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു അത്. എന്നാൽ ഇതേ സമയം സ്കൂൾ പ്രിൻസിപ്പൽ മിസ്റ്റർ നോളൻ ജനലിലൂടെ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു.
അദ്ദേഹത്തിന് കീറ്റിങ്ങിന്റെ ഈ രീതിയൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അന്ന് വൈകുന്നേരം ടോഡ് ആൻഡേഴ്സൺ ശാന്തനായിരിക്കുകയാണ്. അന്നവന്റെ ജന്മദിനമായിരുന്നു. അവന്റെ കൈകളിൽ മാതാപിതാക്കൾ അയച്ചുകൊടുത്ത ഒരു സമ്മാനവും ഉണ്ടായിരുന്നു. നീൽ അവന്റെ അടുത്തെത്തി നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ടോഡ് പറഞ്ഞു, എന്റെ മാതാപിതാക്കൾ എല്ലാ വർഷവും എനിക്കിതേ സാധനം തന്നെയാ അയച്ചു തരുന്നത്, ഒരു ഡെസ്ക് സെറ്റ്. ഒരിക്കലും ഒരു ഫുട്ബോളോ ഗിറ്റാറോ പിയാനോയോ ഒന്നും അയക്കാറില്ല. എനിക്കിഷ്ടമുള്ള ഒരു സാധനവും ഉണ്ടാവാറില്ല. അത് കേട്ട് നീൽ തമാശ രൂപേണ പറഞ്ഞു, കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഡെസ്കിനെ ഒരു വിമാനമാക്കി മാറ്റി ജനലിലൂടെ പുറത്തേക്ക് പറത്തിക്കൂടാ? എന്തായാലും അടുത്ത വർഷം പുതിയതൊരെണ്ണം വരാതിരിക്കില്ലല്ലോ. നീലത് പറഞ്ഞത് കേട്ട് ഇരുവരും ഉറക്കെ ചിരിച്ചു. തുടർന്ന് ആ ഒരു തമാശയിൽ ടോഡ് ശരിക്കും ആ ഡെസ്ക് എടുത്ത് സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തേക്കെറിഞ്ഞു. ആ നിമിഷത്തിൽ ടോഡ് തന്റെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന ദേഷ്യത്തിൽ നിന്നും തന്റെ ഉള്ളിലെ മടിയിൽ നിന്നും ആദ്യമായി അല്പം മോചിതനായതുപോലെ തോന്നി. വീണ്ടും ഡെഡ് പോയറ്റ് സൊസൈറ്റി ഗുഹയിൽ വെച്ച് മീറ്റിംഗ് കൂടി. ഇത്തവണ അവിടുത്തെ അന്തരീക്ഷം മുമ്പത്തേക്കാൾ കൂടുതൽ തുറന്ന രീതിയിലും ഉല്ലാസഭരിതമായും അനുഭവപ്പെട്ടിരുന്നു. ചാർലി ഡാൾട്ടൻ ഇത്തവണ ഒറ്റയ്ക്കല്ല വന്നത്, മറിച്ച് തന്റെ കൂടെ 2 പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ടുവന്നു. ആ പെൺകുട്ടികളെ അവൻ പുറത്തുവെച്ച് കണ്ടുമുട്ടിയതായിരുന്നു. ആ സ്വാതന്ത്ര്യം നിറഞ്ഞ അന്തരീക്ഷം അവരും അനുഭവിക്കട്ടെ എന്ന് കരുതിയാണ് അവൻ അവരെ ഈ രഹസ്യ മീറ്റിംഗിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. മീറ്റിംഗിനിടയിൽ ചാർലി പെട്ടെന്ന് ഒരു പുതിയ പ്രഖ്യാപനം നടത്തി. അവൻ പറഞ്ഞു, ഇന്നു മുതൽ എന്റെ പേര് ചാർലി ഡാർട്ടൻ എന്നല്ല, മറിച്ച് തന്റെ പുതിയ പേര് നുവാണ്ട എന്നാണ്. അവനെ സംബന്ധിച്ച് അത് വെറുമൊരു പേരുമാറ്റമായിരുന്നില്ല, മറിച്ച് തന്റെ ഉള്ളിലെ വിപ്ലവകാരിയും സ്വതന്ത്രനുമായ വ്യക്തിത്വത്തെ സ്വീകരിക്കാനുള്ള ഒരു വഴിയായിരുന്നു. സംഭാഷണത്തിനിടയിൽ ആൺകുട്ടികൾ എല്ലാവരും തമാശയായി പറഞ്ഞു, ഈ സ്കൂളിൽ പെൺകുട്ടികളും പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം അതൊരു ബോയ്സ് ബോർഡിംഗ് സ്കൂളാണ്, അവിടെ പെൺകുട്ടികളുടെ അടയാളം പോലുമില്ല. നുവാണ്ട പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതാൻ പോവുകയാണ്. സ്കൂൾ മാഗസിനിൽ ഞാനൊരു ലേഖനം എഴുതും. അതിൽ വെൽട്ടൺ അക്കാഡമിയിൽ പെൺകുട്ടികൾക്കും പഠിക്കാൻ അനുവാദം നൽകണം എന്നാവശ്യപ്പെടും. പിന്നാലെ അവൻ ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞു, ഞാൻ ഈ ലേഖനം ഡെഡ് പോയറ്റ് സൊസൈറ്റിയുടെ പേരിൽ പ്രസിദ്ധീകരിക്കും. അവന്റെ സുഹൃത്തുക്കൾ അത് കേട്ടതും ഭയപ്പെട്ടു. നീ പിടിക്കപ്പെട്ട വലിയ പ്രശ്നമാകും. എന്നാൽ നുവാണ്ട യാതൊരു ഭയവുമില്ലാതെ പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ പിടിക്കപ്പെട്ടാൽ പോലും ഡെഡ് പോയറ്റ് സൊസൈറ്റി എന്താണെന്ന് ഒരിക്കലും ആരോടും വെളിപ്പെടുത്തില്ല. മറുവശത്ത് നോക്സ് ഓവർ സ്ട്രീറ്റ് ക്രിസിനെ കാണാൻ അവളുടെ വീട്ടിൽ നടക്കുന്ന പാർട്ടിയിലെത്തി. അന്തരീക്ഷം മുഴുവൻ ആഘോഷവും ബഹളവും നിറഞ്ഞതായിരുന്നു. തുടക്കത്തിൽ നോക്സും ക്രിസും തമ്മിൽ അല്പം സംസാരിച്ചു. എന്നാൽ പാർട്ടിയിലുണ്ടായിരുന്ന ക്രിസിന്റെ ബോയ്ഫ്രണ്ട് ചെഡ് ഡാൻബറിയുടെ സുഹൃത്തുക്കൾ നോക്സിനെ കണ്ട് അവനെ കളിയാക്കാൻ തുടങ്ങി. സാവധാനം പാർട്ടിയിലുള്ളവരെല്ലാം മദ്യപിക്കാൻ തുടങ്ങുകയും അന്തരീക്ഷം പൂർണ്ണമായും ലഹരിക്ക് അടിമപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ നോക്സും അല്പം ലഹരി കഴിച്ചു. തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവന് കഴിയാതെ വന്നു. അവൻ പെട്ടെന്ന് ക്രിസിന്റെ അരികിൽ ചെന്ന് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എന്നാൽ ഇതെല്ലാം ക്രിസിന്റെ ബോയ്ഫ്രണ്ടിന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ കണ്ടിരുന്നു. അതിനുശേഷം അവർ ദേഷ്യത്തോടെ നോക്സിന് നേരെ തിരിഞ്ഞു. അവനെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റ് അവന്റെ മൂക്കിൽ നിന്നും ചോര വരാൻ തുടങ്ങി. പിന്നീട് നുവാണ്ട പറഞ്ഞ ആ ലേഖനം അച്ചടിച്ചു വന്നു. അടുത്ത ദിവസം സ്കൂൾ അസംബ്ലിയിൽ പ്രിൻസിപ്പൽ നോളൻ അതീവ ദേഷ്യത്തോടെ വരികയും ആരോ സ്കൂൾ പത്രത്തിൽ വെൽട്ടൺ അക്കാഡമിയിൽ പെൺകുട്ടികൾക്ക് പഠനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു മോശം ലേഖനം അച്ചടിച്ചിട്ടുണ്ടെന്ന് എല്ലാ വിദ്യാർത്ഥികളുടെയും മുന്നിൽ വെച്ച് പറയുകയും ചെയ്തു. ഈ ലേഖനം ഡെഡ് പോയറ്റ് സൊസൈറ്റിയുടെ പേരിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണെന്നും ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും താൻ ആ വിദ്യാർത്ഥിയെ കണ്ടെത്തി കഠിനമായി ശിക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ ഗൗരവമേറിയതും നിശബ്ദവുമായ അന്തരീക്ഷത്തിനിടയിൽ പെട്ടെന്നൊരു ഫോൺ ബെൽ മുഴങ്ങാൻ തുടങ്ങി. ഹാൾ മുഴുവൻ നിശബ്ദതയിൽ മുഴങ്ങിയിരിക്കുകയാണ്. നുവാണ്ട എഴുന്നേറ്റ് നിന്നു. തമാശ രൂപേണ പറയാൻ തുടങ്ങി, മിസ്റ്റർ നോളൻ, ഇത് ദൈവത്തിന്റെ ഒരു ഫോൺ കോളാണ്. വെൽട്ടൺ അക്കാഡമിയിൽ പെൺകുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് ദൈവം പറയുന്നത്. ആ നിമിഷത്തിൽ ഇത് ചെയ്തതാരാണെന്ന് ഏവർക്കും വ്യക്തമായി കഴിഞ്ഞിരുന്നു. നുവാണ്ട ഏവരുടെയും മുന്നിൽ വന്ന് താൻ ചെയ്ത പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതിനുശേഷം പ്രിൻസിപ്പൽ നോളൻ അവനെ തന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും കഠിനമായ ശിക്ഷ നൽകുകയും ചെയ്തു. ചൂരൽ കൊണ്ട് അവനെ ക്രൂരമായിട്ടടിച്ചു. എന്നാൽ ഇത്രയൊക്കെയായിട്ടും ചാർലി തളർന്നില്ല. അവൻ യാതൊരു സാഹചര്യത്തിലും ഡെഡ് പോയറ്റ് സൊസൈറ്റി എന്താണെന്നോ അതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നോ വെളിപ്പെടുത്തിയില്ല. അവനിപ്പോൾ വെറുമൊരു ചാർലി ഡാൾട്ടൻ മാത്രമല്ല, മറിച്ച് പൂർണ്ണമായൊരു വിപ്ലവകാരിയായി മാറിയിരുന്നു. നുവാണ്ട ഇപ്പോൾ തന്റെ സ്വാതന്ത്ര്യത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി ഏത് ശിക്ഷയും സഹിക്കാൻ തയ്യാറാണ്. പിന്നീട് സ്കൂളിൽ പ്രിൻസിപ്പൽ നോളൻ മിസ്റ്റർ കീറ്റിങ്ങിനെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു. താൻ ദശാബ്ദങ്ങളായി ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെന്നും ഒരുപാട് അധ്യാപകർ വരുന്നത് കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ കീറ്റിങ്ങിന്റെ പഠിപ്പിക്കൽ രീതി തികച്ചും വ്യത്യസ്തമാണ്. നിങ്ങൾ എന്തിനാണ് കുട്ടികളെ ക്ലാസ്സിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്?
അവരെ കൊണ്ട് മാർച്ച് ചെയ്യിക്കുന്നത് എന്തിനാണ്? ഇത്ര വ്യത്യസ്തമായ രീതിയിൽ പഠിപ്പിക്കേണ്ട എന്താവശ്യമാണുള്ളത്? പ്രിൻസിപ്പലിന്റെ ചോദ്യത്തിന് കീറ്റിംഗ് ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ വിദ്യാർത്ഥികളെ അവർക്ക് വേണ്ടി ചിന്തിക്കാൻ പഠിപ്പിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കാനും ഒരു സ്വതന്ത്ര ചിന്തകനാകാനും വേണ്ടി. എന്നാൽ നോളൻ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നീ ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാകും ജോൺ, ഈ സ്കൂളിന്റെ അടിത്തറ പാരമ്പര്യം, അച്ചടക്കം, ബഹുമതി, മികവ് എന്നിവയിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ നല്ല മാർക്ക് വാങ്ങാനും കോളേജിൽ അഡ്മിഷൻ നേടാനും മികച്ചൊരു കരിയർ ഉണ്ടാക്കാനും മാത്രം പഠിപ്പിച്ചാൽ മതി. അത് മാത്രമായിരിക്കണം അവരുടെ ലക്ഷ്യവും. അതിനുശേഷം കീറ്റിംഗ് ചാർലി ഡാൾട്ടനെ, അതായത് നുവാണ്ടയെ കാണാൻ പോയി. അവിടെ ഡെഡ് പോയറ്റ് സൊസൈറ്റിയിലെ ബാക്കി അംഗങ്ങളും ഉണ്ടായിരുന്നു. കീറ്റിംഗ് അവരോട് സംസാരിച്ചു. നുവാണ്ടയ്ക്കടുക്കൽ അവൻ ചെയ്തത് ബുദ്ധിയുള്ള കാര്യമല്ല എന്ന് സ്നേഹത്തോടെ മനസ്സിലാക്കി. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എപ്പോഴും തന്റെ തീരുമാനങ്ങളുടെ പരിണിത ഫലത്തെക്കുറിച്ച് ചിന്തിക്കും. ചാർലി പക്ഷേ തിരിച്ചു ചോദിച്ചു, ഞാനിത് ചെയ്തില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് കാർപ്പെ ഡിയം? ഇതായിരുന്നു എന്റെ കാർപ്പെ ഡിയം. അപ്പോൾ കീറ്റിംഗ് അവന് മനസ്സിലാക്കി കൊടുത്തു, ധൈര്യം കാണിക്കുന്നതും മണ്ടത്തരം കാണിക്കുന്നതും തമ്മിൽ വളരെ നേർത്തൊരു വര മാത്രമേയുള്ളൂ. നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിന്റെ ഈ പ്രവൃത്തി കാരണം നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയേക്കാം, ജീവിതത്തിലെ പല സുവർണാവസരങ്ങളും ഇല്ലാതായേക്കാം. കീറ്റിംഗ് പറഞ്ഞു, യഥാർത്ഥ ബുദ്ധി എന്നത് മനുഷ്യൻ കൃത്യസമയത്ത് കൃത്യമായ തീരുമാനമെടുക്കുക എന്നതാണ്. എപ്പോൾ സംസാരിക്കണം, എപ്പോൾ നിർത്തണം, എപ്പോൾ മുന്നോട്ടു പോകണം എന്നിങ്ങനെ വിശദമായി ചാർലിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാർപ്പെ ഡിയം എന്നാൽ വെറുമൊരു വിപ്ലവം നടത്തുക മാത്രമല്ല, മറിച്ച് ബുദ്ധിയോടെ സ്വന്തം ജീവിതത്തെ അസാധാരണമാക്കുക എന്നുകൂടിയാണ്. പിന്നീട് നാടകത്തിന്റെ റിഹേഴ്സൽ ആരംഭിക്കുകയായിരുന്നു. നീൽ വലിയ ആവേശത്തിലാണ്. അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അത്തരമൊരു കാര്യം കടന്നു വരുന്നത്. അത് ചെയ്യുമ്പോ അവന് യഥാർത്ഥത്തിൽ ഒരുപാട് സന്തോഷം ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സന്തോഷം അധിക നേരം നീണ്ടുനിന്നില്ല. കുറച്ചു സമയത്തിനു ശേഷം നീൽ സ്കൂൾ നാടകത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന വിവരം അവന്റെ പിതാവ് അറിഞ്ഞു. അത് കേട്ടയുടനെ അദ്ദേഹം സ്കൂളിലെത്തി. അദ്ദേഹത്തിന്റെ മുഖത്ത് ദേഷ്യം വ്യക്തമായി കാണാമായിരുന്നു. അദ്ദേഹം നീലിനോട് കർശനമായ ഭാഷയിൽ ചോദിച്ചു, നിന്നിതൊക്കെ ചെയ്യാൻ ഇവിടെ ആരാ പ്രേരിപ്പിച്ചത്? ആ മിസ്റ്റർ കീറ്റിംഗ് നിന്നെ വഴിതെറ്റിച്ചതാണോ? ഇതെല്ലാം ഇവിടുത്തെ സ്വാധീനമാണോ? നീൽ ഭയത്തോടെയാണെങ്കിലും സത്യസന്ധമായി മറുപടി നൽകി, അങ്ങനെയൊന്നുമല്ല, എനിക്ക് അഭിനയിക്കുന്നത് ശരിക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ നാടകത്തിൽ പങ്കെടുക്കുന്നത്. ഇതെന്റെ സ്വന്തം തീരുമാനമാണ്. പക്ഷെ അവന്റെ പിതാവ് അവന്റെ വാക്ക് കേൾക്കാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. അദ്ദേഹം ദേഷ്യത്തോടെ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നിന്നെ ഇവിടെ അയച്ചിരിക്കുന്നത് പഠിക്കാനും വലിയ നിലയിൽ എത്താനുമാണ്, അല്ലാതെ വെറുതെ അഭിനയിക്കാനും നാടകമാടി സമയം കളയാനുമല്ല. തുടർന്ന് അദ്ദേഹം വ്യക്തമായ വാക്കുകളിൽ ഉത്തരവിട്ടു, നാളെ ചെന്ന് നിന്റെ അധ്യാപകനോട് പറഞ്ഞേക്കണം നീ ഈ നാടകത്തിലൊന്നും പങ്കെടുക്കുന്നില്ലെന്ന്. ഇതാണ് അവസാന തീരുമാനം. ആ നിമിഷത്തിൽ നീലിന്റെ മുഖത്ത് പിതാവിനോടുള്ള ഭയവും അവന്റെ ഉള്ളിൽ സ്വന്തം സ്വപ്നങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതും വ്യക്തമായി കാണാമായിരുന്നു. പിന്നാലെ നീൽ വളരെ വിഷമത്തോടെ മിസ്റ്റർ കീറ്റിങ്ങിനെ കാണാൻ പോയി. അവന്റെ കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നു. താൻ നാടകത്തിൽ പങ്കെടുക്കുന്നത് തന്റെ പിതാവിന് ഒട്ടും ഇഷ്ടമല്ലെന്ന് അവൻ കീറ്റിങ്ങിനോട് പറഞ്ഞു. താൻ നാടകം ഉപേക്ഷിക്കുകയാണെന്ന് എല്ലാവരോടും പറയാൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും തന്റെ തകർന്ന ഹൃദയത്തോടെ നീൽ അധ്യാപകനടുക്കൽ അറിയിച്ചു. തന്റെ പിതാവ് അന്നുവരേക്കും തന്റെ ഇഷ്ടം എന്താണെന്ന് തന്നോട് ചോദിച്ചിട്ടില്ല എന്നും അദ്ദേഹം എപ്പോഴും സ്വന്തം തീരുമാനങ്ങളാണ് തന്റെ മേൽ അടിച്ചേൽപ്പിക്കാറുള്ളതെന്നും എന്തു പഠിക്കണം, എന്താകണം എന്നെല്ലാം അദ്ദേഹമാണ് തീരുമാനിക്കുന്നതെന്നും നീൽ വേദനയോടെ കൂട്ടിച്ചേർത്തു. കീറ്റിംഗ് അവനോട് ചോദിച്ചു, നീ എപ്പോഴെങ്കിലും നിന്റെ പിതാവിനോട് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു സംസാരിച്ചിട്ടുണ്ടോ? നീ ഇപ്പോ എന്നോട് പറഞ്ഞ ഈ കാര്യങ്ങൾ നീൽ നിരാശയോടെ പറഞ്ഞു. അതിലൊന്നും ഒരു കാര്യവുമില്ല, ഒരിക്കലും എന്റെ പിതാവ് ഒന്നും സമ്മതിക്കില്ല. എന്നാൽ കീറ്റിംഗ് അവന് ധൈര്യം നൽകിക്കൊണ്ട് പറഞ്ഞു, നീ ഒന്നിലും പെട്ടുപോയിട്ടൊന്നുമില്ല. നിന്റെ ഹൃദയത്തിൽ ശരിക്കും എന്താണോ തോന്നുന്നത്, ശരിക്കും അഭിനയമാണ് നിന്റെ ആഗ്രഹമെങ്കിൽ നീ നിന്റെ പിതാവിനോട് അതിനെപ്പറ്റി തുറന്നു സംസാരിക്കണം. ഇതിനിടയിൽ നീലിന്റെ നാടകത്തിന്റെ ദിവസവും അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നു. ഡെഡ് പോയറ്റ് സൊസൈറ്റിയിലെ എല്ലാ സുഹൃത്തുക്കളും നീലിന്റെ നാടകം കാണാൻ തീർച്ചയായും പോകുമെന്ന് തീരുമാനിച്ചു. മറുവശത്ത് നോക്സിന്റെ കഥയും മുന്നോട്ടു പോവുകയാണ്. അവന് ക്രിസിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നേയില്ല. ഒരു ദിവസം അവൻ ധൈര്യം സംഭരിച്ച് നേരിട്ട് ക്രിസ് പഠിക്കുന്ന സ്കൂളിലേക്ക് ചെന്നു. അവനെ പെട്ടെന്ന് കണ്ടപ്പോ ക്രിസ് ഭയപ്പെട്ടു. അവൾ അവനോട് പറഞ്ഞു, നീ എന്റെ അരികിലേക്ക് വരരുത്, കാരണം ചെഡറിന് അവൻ
അവൻ നിന്നെ വീണ്ടും ക്രൂരമായി മർദ്ദിക്കും. എന്നാൽ നോക്സ് ഇത്തവണ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവൻ ക്രിസിന് ഒരു പൂവ് നൽകി. അവൾ അത് നിരസിക്കുമ്പോ താൻ ഹൃദയം കൊണ്ടെഴുതിയ കവിത അവൻ അവൾക്കായി കേൾപ്പിച്ചു കൊടുത്തു. ഒടുവിൽ അവൻ പറഞ്ഞു ഐ ലവ് യു. എന്നാൽ ക്രിസ് അപ്പോൾ അവന് മറുപടിയൊന്നും നൽകിയതേയില്ല. അടുത്ത ദിവസം എല്ലാവരും നീലിന്റെ നാടകം കാണാൻ പോകുമ്പോ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം സംഭവിച്ചു. ക്രിസ് സ്വയം നോക്സിനെ കാണാൻ വന്നു. അവൾ അവന് മുന്നറിയിപ്പ് നൽകാൻ വന്നതായിരുന്നു. നീ എന്റെ പുറകെ നടന്ന ചെട്ട് നിന്നെ വീണ്ടും തല്ലും എന്നുറപ്പാണ്. എന്നാൽ നോക്സ് ഭയപ്പെടുന്നതിന് പകരം അവളോട് തികച്ചും വ്യത്യസ്തമായൊരു ചോദ്യം ചോദിച്ചു. നീ എന്റെ കൂടെ നീലിന്റെ നാടകം കാണാൻ വരുന്നുണ്ടോ? തുടക്കത്തിൽ ക്രിസ് വിസമ്മതിച്ചെങ്കിലും നോക്സ് വീണ്ടും പുഞ്ചിരിയോടെ നിർബന്ധിച്ചപ്പോ അവൾ സമ്മതിച്ചു. ചെറുപുഞ്ചിരിയോടെ അവൾ അവിടുന്ന് പോയി. അതിനുശേഷം എല്ലാവരും തിയേറ്ററിൽ എത്തുകയും നാടകം ആരംഭിക്കുകയും ചെയ്തു. നീൽ സ്റ്റേജിലേക്ക് വരുമ്പോ അവന്റെ അഭിനയം അത്രമേൽ മനോഹരമായിരുന്നു. ഹാൾ മുഴുവൻ കയ്യടികൾ കൊണ്ട് മുഖരിതമായി. അവന്റെ പക്കെന്ന കഥാപാത്രം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇതിനിടയിൽ നീലിന്റെ പിതാവും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ദൂരം മാറി നിന്നുകൊണ്ട് അദ്ദേഹം അതേവ ഗൗരവമുള്ള മുഖത്തോടെ തന്റെ മകനെ നോക്കുകയാണ്. ഒരു വശത്ത് ഹാൾ മുഴുവൻ കയ്യടിയോടെ ഒച്ച മുഴങ്ങുമ്പോൾ മറുവശത്ത് നീലിന്റെ പിതാവിന്റെ കഠിനമായ കണ്ണുകൾ അവനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാടകം കഴിഞ്ഞതിനു ശേഷം എല്ലാവരും നീലിന്റെ മികച്ച അഭിനയത്തെ പ്രശംസിക്കുമ്പോൾ നീലിന്റെ പിതാവ് ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വരികയും അവനെ ഉടൻ തന്നെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങുകയും ചെയ്തു. അതേസമയം മിസ്റ്റർ കീറ്റിംഗ് നീലിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, നീ വളരെ മനോഹരമായി അഭിനയിച്ചു. എന്നാൽ നീലിന്റെ പിതാവ് അദ്ദേഹത്തെ പകുതിക്ക് വെച്ച് തടസ്സപ്പെടുത്തി ദേഷ്യത്തോടെ പറഞ്ഞു, എന്റെ മകന്റെ അടുത്തേക്ക് വന്നു പോകരുത്. നിങ്ങൾ അവനിൽ നിന്നും അകന്നു നിൽക്കൂ. അതിനുശേഷം അയാൾ നീലിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വഴിയിലുടനീളം അദ്ദേഹം അവനെ വഴക്ക് പറഞ്ഞു. തന്റെ മകൻ ഇങ്ങനെ ജീവിതം നശിപ്പിക്കാൻ താൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നീൽ വെറുതെ നാടകമെന്ന് പറഞ്ഞ സമയം കളയുകയാണ്. അതുകൊണ്ട് അദ്ദേഹം തന്റെ തീരുമാനം പ്രഖ്യാപിച്ചു. നീലിനെ ഇനി വെൽട്ടൺ അക്കാഡമിയിൽ പഠിപ്പിക്കുന്നില്ല. അവിടെ നിന്നും മാറ്റി ഒരു മിലിറ്ററി സ്കൂളിലേക്ക് അയക്കും. അവിടെ നിന്ന് അവൻ പഠനം പൂർത്തിയാക്കും. അതിനുശേഷം അവൻ ഹാർഡ്വാർഡിൽ പോകും. ഒടുവിൽ ഒരു ഡോക്ടറാകും. അതിന്റെ അർത്ഥം നീലിൻ ഇനിയും കുറഞ്ഞത് 10 വർഷമെങ്കിലും പിതാവ് പറയുന്ന വഴിയിൽ പോകണമെന്നും പഠിക്കണമെന്നുമായിരുന്നു. പക്ഷേ ഇത്തവണ നീൽ ധൈര്യം സംഭരിച്ച് തന്റെ ശബ്ദമുയർത്തി. തനിക്ക് അഭിനയമാണ് ഇഷ്ടമെന്നും തനിക്കത് തന്നെയാണ് ചെയ്യേണ്ടതെന്നും അവൻ പറഞ്ഞു. എന്നാൽ അവന്റെ പിതാവ് അവന്റെ വാക്ക് ഒട്ടും കേട്ടതേയില്ല. അഭിനയത്തിൽ ഒന്നും നേടാനാവില്ലെന്നും അവൻ പഠിച്ച് ഡോക്ടറാവണം, അതുമാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നും അദ്ദേഹം കർശനമായിട്ട് പറഞ്ഞു. അന്ന് രാത്രി നീൽ തന്റെ മുറിയിൽ അതീവ വിഷമത്തോടെ തകർന്നിരുന്നു. അവന്റെ മനസ്സിൽ തന്റെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവസാനിച്ചതുപോലെ തോന്നി. വൈകിട്ടോടെ അവൻ നിശബ്ദമായി എഴുന്നേറ്റു. തന്റെ പിതാവിന്റെ മുറിയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ റിവോൾവർ എടുത്തു. പിന്നീടവൻ പിതാവിന്റെ സ്റ്റഡി റൂമിലേക്ക് പോവുകയും സ്വയം വെടിയുതിർക്കുകയും ചെയ്തു. വെടിയൊച്ച കേട്ട് അവന്റെ പിതാവ് ഞെട്ടിയുണർന്നു. അദ്ദേഹം പരിഭ്രാന്തിയോടെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അദ്ദേഹം ആ മുറിയിൽ എത്തുമ്പോൾ കാണുന്നത് നീൽ തറയിൽ കിടക്കുന്നതാണ്. അവൻ സ്വയം വെടിവെച്ചിരിക്കുന്നു. ഏറെ വേദനിപ്പിക്കുന്ന ആ കാഴ്ച കണ്ട് അവന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. അവന്റെ പിതാവും ആ വലിയ ആഘാതത്തിൽ തകർന്നുപോയി. തന്റെ തെറ്റുകളോർത്ത് ആകെ തകർന്നു നിന്നു. മറുവശത്ത് സ്കൂളിൽ ഈ വാർത്തയെത്തുമ്പോൾ ചാർലി കരഞ്ഞുകൊണ്ട് ടോഡിനെ വിളിച്ചുണർത്തി. നീലിനി ഈ ലോകത്തില്ലെന്നറിയിച്ചു. അത് കേട്ട് സുഹൃത്തുക്കളെല്ലാം സ്തംഭിച്ചുപോയി. ടോഡാകട്ടെ പൂർണ്ണമായും തകർന്നുപോയി. അവൻ കരഞ്ഞുകൊണ്ട് മഞ്ഞിലൂടെ ഓടാൻ തുടങ്ങി. നീലിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അവൻ വീണ്ടും വീണ്ടും അലറി പറഞ്ഞു. അവൻ തങ്ങളെ വിട്ടുപോകാൻ പാടില്ലായിരുന്നു. ടോഡ് ദേഷ്യത്തിലും സങ്കടത്തിലും ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവന്റെ പിതാവ് കാരണമാണ് അത് സംഭവിച്ചതെന്ന്. അദ്ദേഹം അവനെ അടിച്ചമർത്തിയിരുന്നില്ലെങ്കിൽ, അദ്ദേഹം അവനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. മിസ്റ്റർ കീറ്റിംഗിന്റെ ചെവിയിലേക്കും ആ വാർത്തയെത്തി. അദ്ദേഹം വലിയ സങ്കടത്തിൽ ആഴ്ന്നുപോയി. തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയുടെ ആ മരണത്തിൽ അദ്ദേഹം അത്രമേൽ ദുഃഖിച്ചു. അതിനുശേഷം സ്കൂളിൽ ഒരു പ്രാർത്ഥനായോഗം സംഘടിപ്പിക്കപ്പെട്ടു. അവിടെ എല്ലാ വിദ്യാർത്ഥികളും നീലിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചു. ആ യോഗത്തിൽ പ്രിൻസിപ്പൽ നോളൻ ഒരു പ്രസംഗം നടത്തി. നീൽ വളരെ മിടുക്കനും കഴിവുള്ളവനുമായ ഒരു വിദ്യാർത്ഥിയായിരുന്നുവെന്നും ഈ സംഭവം വളരെ ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ഈ സംഭവത്തെക്കുറിച്ച് പൂർണ്ണമായ അന്വേഷണം വേണമെന്ന് നീലിന്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിനായി എല്ലാ വിദ്യാർത്ഥികളും പൂർണ്ണമായി സഹകരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
തീർത്തു. നീലിന്റെ മരണത്തോടെ സാഹചര്യങ്ങൾ കൂടുതൽ ഗുരുതരമായി. ഒരു ദിവസം ഡെഡ് പോയറ്റ് സൊസൈറ്റിയിലെ എല്ലാ അംഗങ്ങളും ഒത്തുകൂടി. അവിടെ വെച്ചാണ് കാമറൂൺ ചെന്ന് പ്രിൻസിപ്പൽ നോളനോട് ക്ലബിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ വിവരമറിയുന്നത്. താൻ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എല്ലാവരെയും പ്രിൻസിപ്പൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുമായിരുന്നു എന്ന് കാമറൂൺ ന്യായീകരിച്ചു. അവന്റെ അഭിപ്രായത്തിൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ് അവൻ അപ്പോൾ ചെയ്തത്. സ്വയം രക്ഷപ്പെട്ടു, മാത്രമല്ല കൂട്ടുകാരെയും രക്ഷപ്പെടുത്തി. ഇതെല്ലാത്തിനും യഥാർത്ഥ ഉത്തരവാദി മിസ്റ്റർ കീറ്റിംഗ് ആണെന്നും അദ്ദേഹമാണ് എല്ലാ കുട്ടികളെയും ഇതിനൊക്കെ പ്രേരിപ്പിച്ചതെന്നും നീലിനെയും പ്രേരിപ്പിച്ചത് അദ്ദേഹമാണെന്നും അവൻ പറയുന്നുണ്ടായിരുന്നു. കീറ്റിംഗ് സ്വയം ക്യാപ്റ്റൻ എന്ന് വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും കാമറൂൺ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ നിമിഷത്തിൽ കാമറൂൺ കഥയിലെ ഒരു വില്ലനായി മാറുകയായിരുന്നു. അത് കേട്ടതും ചാർലിക്ക് വലിയ ദേഷ്യം വന്നു. കാമറൂൺ കീറ്റിങ്ങിനെ കുറ്റപ്പെടുത്തുമ്പോൾ ചാർലി അവന്റെ മുഖത്ത് ശക്തമായ ഒരു പഞ്ച് കൊടുത്തു. ആ പഞ്ചിൽ കാമറൂന്റെ മൂക്കൊടിഞ്ഞു. ദേഷ്യം വന്ന കാമറൂൺ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഫലം അനുഭവിക്കും, നിങ്ങളെയെല്ലാം സ്കൂളിൽ നിന്ന് പുറത്താക്കും. പക്ഷേ അപ്പോഴാണ് ടോഡ് എഴുന്നേറ്റ് വന്നത്. നാണക്കാരനും മിണ്ടാതിരിക്കുന്നവനുമായ ടോഡ് ആദ്യമായി ഉറക്കെ സംസാരിച്ചു. മിസ്റ്റർ കീറ്റിംഗ് നീലിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്നവൻ എടുത്തു പറഞ്ഞു. കീറ്റിംഗ് സ്വതന്ത്ര ചിന്തകരാകാനാണ് നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിച്ചത്, സ്വയം മനസ്സിലാക്കാനും ചിന്തിക്കാനുമാണ് പഠിപ്പിച്ചത്. അവന്റെ വാക്കുകൾ എങ്ങും മലയടിച്ചു. പിന്നീട് വിദ്യാർത്ഥികളെ ഓരോരുത്തരെയായി പ്രിൻസിപ്പൽ നോളന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അവിടെ വെച്ച് അവരെ കൊണ്ട് ഒരു ഡോക്യുമെന്റിൽ ഒപ്പുവെപ്പിച്ചു. ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പഠനകാലത്ത് ജോൺ കീറ്റിംഗ് വിദ്യാർത്ഥികളെ ഓരോന്ന് പറഞ്ഞ് വഴിതെറ്റിച്ചുവെന്നും അത് കാരണമാണ് നീൽ അഭിനയത്തിന് പുറകെ ഭ്രാന്തമായി നടന്നതെന്നും ഒടുവിൽ ആത്മഹത്യ ചെയ്തതെന്നും. എല്ലാ കുറ്റങ്ങളും കീറ്റിംഗിന്റെ ചുമലിലേക്ക് വെച്ചുകെട്ടുകയായിരുന്നു. ടോഡ് ഓഫീസിലെത്തുമ്പോ അവന്റെ അടുക്കലും ഒപ്പുവെക്കാൻ സമ്മർദ്ദം ചെലുത്തപ്പെട്ടു. അവൻ ആ പേപ്പർ വായിക്കുമ്പോ തന്റെ ബാക്കി സുഹൃത്തുക്കളെല്ലാം അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അവൻ കണ്ടു. എന്നാൽ അവരാരും സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഒപ്പുവെച്ചിരുന്നത്, മറിച്ച് സമ്മർദ്ദവും ഭയവും കൊണ്ടായിരുന്നു. ഒടുവിൽ ടോഡിനെയും നിർബന്ധിച്ച് അതിൽ ഒപ്പുവെപ്പിച്ചു. പിന്നീട് സ്കൂളിലെ മറ്റൊരു അധ്യാപകനായ മിസ്റ്റർ മക്കലിസ്റ്ററും മിസ്റ്റർ കീറ്റിംഗിനോട് യാത്ര പറഞ്ഞു. അദ്ദേഹം ഒരു പാരമ്പര്യവാദിയായ അധ്യാപകനായിരുന്നുവെങ്കിലും കീറ്റിംഗിന്റെ പഠനരീതികൾ അദ്ദേഹത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയിരുന്നു. ഇപ്പോൾ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മറ്റധ്യാപകരില്ലാത്തതിനാൽ പ്രിൻസിപ്പൽ നോളൻ തന്നെ ക്ലാസ് എടുക്കാൻ വന്നു. അദ്ദേഹം വിദ്യാർത്ഥികളോട് പുസ്തകത്തിലെ ആമുഖം വായിക്കാൻ ആവശ്യപ്പെട്ടു. പണ്ട് കവിതയെ നമ്പറുകളിലും ഫോർമുലകളിലും പെടുത്തി അളക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിനാൽ കീറ്റിംഗ് കീറിക്കളയാൻ ആവശ്യപ്പെട്ട അതേ ആമുഖം. അപ്പോഴാണ് ക്ലാസ്സിലേക്ക് മിസ്റ്റർ കീറ്റിംഗ് വന്നത്. അദ്ദേഹം തന്റെ ചില സാധനങ്ങളും ഡയറിയും പേനയും എടുക്കാൻ വന്നതായിരുന്നു. കാരണം പണ്ഡിത് അദ്ദേഹത്തിന്റെ ക്ലാസ് മുറി കൂടിയായിരുന്നല്ലോ. ആ സമയത്ത് ടോഡിന്റെ ഉള്ളിൽ വലിയൊരു മാനസിക സംഘർഷം നടക്കുകയായിരുന്നു. കീറ്റിംഗിന്റെ മേൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളെല്ലാം കള്ളമാണ് എന്നവന് നന്നായിട്ടറിയാമായിരുന്നു. കീറ്റിംഗ് ക്ലാസ്സിന് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് ടോഡ് എഴുന്നേറ്റ് നിന്ന് പ്രിൻസിപ്പൽ ആ പേപ്പറിൽ തന്നെ കൊണ്ട് നിർബന്ധിച്ചാണ് ഒപ്പുവെപ്പിച്ചത് എന്നുറക്കെ പറഞ്ഞു. തനിക്ക് ഒപ്പുവെക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നുവെന്നും തന്നെ കൊണ്ടത് നിർബന്ധിച്ച് ചെയ്യിച്ചതാണെന്നും അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പ്രിൻസിപ്പൽ നോളൻ അത് കേട്ട് ദേഷ്യത്തോടെ അവനോടിരിക്കാൻ ആജ്ഞാപിക്കുകയും ഇരുന്നില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹം കീറ്റിംഗിനോട് ഉടൻ തന്നെ ക്ലാസ് മുറി വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. കുട്ടികളെ സമ്മർദ്ദത്തിലാക്കിയാണ് തനിക്കെതിരെ മൊഴി വാങ്ങിയിട്ടുള്ളതെന്ന് മിസ്റ്റർ കീറ്റിംഗിന് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ശാന്തനായി തുടർന്നു. പുറത്തേക്ക് നടന്നു. അപ്പോൾ പെട്ടെന്ന് ടോഡ് തന്റെ ബെഞ്ചിന് മുകളിൽ കയറി നിന്നു. അതീവ വൈകാരികമായി വിളിച്ചു പറഞ്ഞു, ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ. നോളൻ വീണ്ടും വീണ്ടും താഴെ ഇറങ്ങാൻ പറഞ്ഞ് അവന് നേരെ ആക്രോശിച്ചു. പക്ഷെ അവിടുത്തെ അന്തരീക്ഷം അപ്പോഴേക്കും മാറിമറിഞ്ഞിരുന്നു. സാവധാനം ബാക്കി വിദ്യാർത്ഥികളും എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ഓവർ സ്ട്രീറ്റ്, മീ ക്ലബിലെ മറ്റംഗങ്ങൾ എന്നിവർ. അത് മാത്രമല്ല, ആ ക്ലബിൽ അംഗങ്ങളല്ലാതിരുന്ന ചില വിദ്യാർത്ഥികൾ കൂടി എഴുന്നേറ്റ് നിന്നു. കാരണം കീറ്റിംഗ് ഒരു മികച്ച അധ്യാപകനാണെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാമായിരുന്നു. ഇപ്പോൾ ഈ നിമിഷം ഒരു വെറും വിപ്ലവത്തിന്റേതും മാത്രമായിരുന്നില്ല, മറിച്ച് സത്യത്തോടൊപ്പം നിലനിൽക്കാനുള്ള ധൈര്യത്തിന്റെയും കൂടി നിമിഷമായിരുന്നു. ഓരോരുത്തരായി പല വിദ്യാർത്ഥികളും തങ്ങളുടെ ഡെസ്കിന് മുകളിൽ കയറി നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ. ഇത് കണ്ട് മിസ്റ്റർ കീറ്റിംഗിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം അതീവ വൈകാരികനായി ഇത്രമാത്രം പറഞ്ഞു, താങ്ക് യു ബോയ്സ്, താങ്ക് യു. നന്ദി കുട്ടികളെ, നന്ദി. അതീവ വൈകാരികമായ ആ നിമിഷത്തോടെ കഥ അവിടെ അവസാനിക്കുകയാണ്.
സുഹൃത്തുക്കളെ, ഈ സിനിമ വെറുമൊരു വിദ്യാർത്ഥിയുടെ ദുരന്തകഥ മാത്രമല്ല, മറിച്ചത് നമ്മെ വളരെ ആഴമേറിയ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും സമൂഹവും കുടുംബവും വ്യവസ്ഥിതിയും നമ്മളെ നിശ്ചയിക്കപ്പെട്ട ഒരു വഴിയിലൂടെ മാത്രം നടത്താൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഓരോ മനുഷ്യന്റെ ഉള്ളിലും വ്യത്യസ്തമായൊരു സ്വപ്നമുണ്ടാകും, സ്വന്തമായൊരു വ്യക്തിത്വമുണ്ടാകും. മിസ്റ്റർ കീറ്റിംഗ് കുട്ടികളെ പഠിപ്പിച്ചത് സ്വന്തം ജീവിതത്തെ സ്വയം മനസ്സിലാക്കാനാണ്, സ്വയം ചിന്തിക്കാനും സ്വന്തം ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കാനും സ്വന്തം സ്വപ്നത്തിനു വേണ്ടി പ്രയത്നിക്കാനുമാണ്. കാരണം ഒരു മനുഷ്യൻ തന്റെ സ്വപ്നത്തെ അടിച്ചമർത്തി മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തുടങ്ങിയാൽ അവൻ ജീവിച്ചിരിക്കുമ്പോഴും ഉള്ളിൽ തന്നെ മരണപ്പെട്ടിരിക്കും. അതുകൊണ്ടായിരിക്കാം കീറ്റിംഗ് വീണ്ടും വീണ്ടും പറയുമായിരുന്നത് കാർപ്പെ ഡിയം സീസ് ദ ഡേ എന്ന്. അതായത് ഈ നിമിഷത്തെ ജീവിക്കൂ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ കെട്ടിപ്പടുക്കൂ. സിനിമയുടെ അവസാന രംഗത്തിൽ കുട്ടികൾ തങ്ങളുടെ ഡെസ്കിന് മുകളിൽ കയറി നിന്ന് "ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ" എന്ന് വിളിച്ചു പറയുമ്പോൾ അത് നമ്മെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു യഥാർത്ഥ അധ്യാപകൻ പുസ്തകം മാത്രം പഠിപ്പിക്കുന്നവനല്ല, മറിച്ച് ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുകൂടി പഠിപ്പിക്കുന്നവനാണെന്ന്. ഓസ്കാർ വിജയിച്ച ഈ ചലച്ചിത്രം ഇൻസ്പയർ ആയിക്കൊണ്ട് ഒരു മലയാള ചലച്ചിത്രം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഏതെന്നറിയാമെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ. വീണ്ടും മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, അഭിപ്രായങ്ങൾ പറയൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും കണ്ടുമുട്ടും വരെ ബൈ.